സാധകന്റെ ചോദ്യം, ശിഷ്യന്റെ ചോദ്യം എടുക്കാൻ തുടങ്ങുകയാണ്, ചർച്ച ചെയ്യാൻ തുടങ്ങുകയാണ് ഗുരു. അതിന് മുമ്പ് ശിഷ്യന് താക്കീത് കൊടുത്തു, ശൃണുഷ്വാവഹിത, ശ്രദ്ധയോടുകൂടി കേൾക്കുക. സാധാരണ നമ്മൾ കേൾക്കും, പലതും ഈ കാതുകൊണ്ട് കേട്ട് ആ കാതുകൊണ്ട് കളയും, പലതും കേൾക്കുന്നുണ്ട്. അങ്ങനെ കേട്ടാൽ പോരാ. പിന്നെയോ ലിസൺ അറ്റൻറ്റീവ്ലി എന്ന് പറയില്ലേ, അതിനത് ശ്രോതാവിൻ്റെ ശ്രദ്ധയെ ഈ വിഷയത്തിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഇവിടെ ഈ സാധനയിൽ രണ്ടു തരം സാധനകളുണ്ട്. ഒന്ന് ബഹിരംഗ സാധന, ഒന്ന് അന്തരംഗ സാധന. മൂന്നാമത് സാക്ഷാൽ സാധന. സാക്ഷാത്കാരത്തിനുള്ള സാധനകളെ മൂന്നായിട്ട് തിരിക്കാം. ഒന്ന് ബഹിരംഗ സാധന, ഒന്ന് അന്തരംഗ സാധന, മറ്റൊന്ന് സാക്ഷാൽ സാധന. ഈ 69, 70 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടത് അതാണ്. മോക്ഷസ്യ ഹേതു പ്രഥമോ നിഗദ്യതേ വൈരാഗ്യം അത്യന്തം അനിത്യവസ്തുഷു. അനിത്യവസ്തുക്കളിലുള്ള അത്യന്ത വൈരാഗ്യത്തെയാണ്, താല്പര്യമില്ലായ്മയാണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞത്. പിന്നെ ദമം, ശമം, തിതിക്ഷ, പ്രസക്ത അഖിലകർമ്മണാം വശം. എല്ലാ കർമ്മങ്ങളിലുള്ള ആ അറ്റാച്ച്മെന്റ്, ആസക്തി വിടുക. കർമ്മങ്ങളിലൊന്നിലും ആസക്തി ഇല്ലാതിരിക്കുക. അതിനാണ് ഉപരമം എന്ന് പറഞ്ഞത്. അപ്പൊ വാസ്തവത്തിൽ ഇവിടെ വൈരാഗ്യം, ദമം, ശമം, ദമം എന്ന് പറഞ്ഞതിലൂടെ സാധന ചതുഷ്ടയത്തെ പറഞ്ഞത് ഓർമ്മിക്കുക. 6 ഗുണങ്ങളെ കുറിച്ച് പറഞ്ഞു അല്ലേ? ഈ 6 ഗുണങ്ങളെയും ഇവിടെ പറയാം, മനസ്സിലാക്കണം. സാധന ചതുഷ്ടയത്തെ മുഴുവനും ഇവിടെ പറഞ്ഞതായിട്ട് മനസ്സിലാക്കണം. ഉപലക്ഷണം ഒന്ന് പറയുമ്പോൾ മറ്റൊന്നിനെയും കൂടി അതിലൂടെ സൂചിപ്പിക്കുന്നു. അതാണ് ഉപലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ വൈരാഗ്യത്തെക്കുറിച്ച് പറഞ്ഞത്? തത് വൈരാഗ്യം ജുഗുപ്സായ ദർശനശ്രവണാദിഭി ദേഹാദി ബ്രഹ്മപര്യന്തേ അനിത്യേ ഭോഗവസ്തുനി. അനിത്യമാണ് ഈ ഭോഗവസ്തുക്കളെന്ന് മനസ്സിലാക്കിയിട്ട് അത് ആസ്വദിക്കാനുള്ള ഇച്ഛയില്ലാണ്ടാവലാണ് വൈരാഗ്യം. ശമം എന്താ? വിരജ്യ വിഷയവ്രാതാൽ ദോഷദൃഷ്ട്യാ മുഹുർമുഹു സ്വലക്ഷ്യ നിയതാവസ്ഥ മനസ്സഹാ ശമ ഉച്ചരയുന്നു. വിഷയങ്ങളുടെ ദോഷം വീണ്ടും വീണ്ടും ചിന്തിച്ച് മനസ്സിനെ അതിൽ നിന്ന് പിന്തിരിച്ച് സ്വന്തം ലക്ഷ്യത്തിൽ മനസ്സുറപ്പിക്കാം. സ്വന്തം ലക്ഷ്യമായ ആ പരമാത്മാവിൽ മനസ്സുറപ്പിക്കുന്നതിനാണ് ശമം എന്ന് പറഞ്ഞത്. ദമം എന്ന് പറഞ്ഞതോ വിഷയേഭ്യ പരാവർത്തിയ സ്ഥാപനം സ്വസ്വഗോളകെ ഉപേക്ഷാമിന്ദ്രിയാണാം സദമപരികീർത്തിത. വിഷയങ്ങളുമായി ബന്ധപ്പെടാൻ വിടാതെ കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനാന്ദ്രിയങ്ങളെ അതാതിൻ്റെ സ്ഥാനത്ത് തന്നെ നിർത്തുക. അതിനാണ് ദമം എന്ന് പറഞ്ഞത്. ബാഹ്യ അനാലംബനം വൃത്തേഹേ ഏഷ ഉപരതി ഉത്തമ. ഉപരതി, ഈ പ്രസക്താഖില കർമ്മണം എന്ന് പറഞ്ഞത് ഉപരതിയെ സൂചിപ്പിക്കുക. ഇതിനു മുമ്പ് പറഞ്ഞ ആശയത്തെ വേറെ രീതിയിൽ പറഞ്ഞതാണ് ഇവിടെ. അപ്പം അതൊക്കെ പഠിച്ചതൊക്കെ ശ്ലോകങ്ങൾ മറന്നു പോകാൻ പാടില്ല. വെറുതെ ഇങ്ങനെ കേട്ടുപോകാൻ പറ്റില്ല. അതിനെക്കുറിച്ച് മനനം ചെയ്യണം. അപ്പൊ ബാഹ്യ അനാലംബനം, മനസ്സ് ചിന്തകള് സുഖത്തിന് വേണ്ടി ബാഹ്യ കാര്യങ്ങളെ ആശ്രയിച്ചുകൊണ്ടേയിരിക്കുക, ബാഹ്യ വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. പക്ഷെ മനസ്സ് ബാഹ്യ വിഷയങ്ങളെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കുന്ന അവസ്ഥയ്ക്കാണ് ഉപരതി എന്ന് പറഞ്ഞത്. പിന്നെ സർവദുഃഖങ്ങളുടെയും പ്രതികാരം ചെയ്യാതെ സഹിക്കലിനെയാണ് തിരിക്ഷ എന്ന് പറഞ്ഞത്. അതുപോലെ ശ്രദ്ധയെ മനസ്സിലാക്കണം. ശാസ്ത്രത്തിലും ഗുരുവാക്യത്തിലുമുള്ള സത്യബുദ്ധി, ഈ വക ഗുണങ്ങളൊക്കെ ഉണ്ടാവുമ്പോഴാണ് ആ സാധകന് മോക്ഷത്തിനുള്ള അർഹത ഉണ്ടാവണം. അപ്പൊ ഈ പറഞ്ഞതൊക്കെയോ ബഹിരംഗ സാധനയാണ്. ഇതുകൊണ്ട് എന്താ നേടാൻ പറ്റും നമുക്ക്? സാധന ചതുഷ്ടയത്തിന്റെ ഫലമാണ് ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും. രണ്ടും അനിവാര്യമാണ്. ചിത്തം ശുദ്ധമാവണം, ചിത്തത്തിന് ഏകാഗ്രത ഉണ്ടാവണം. മനസ്സിന്റെ ഏകാഗ്രത എന്തായാലും ഫോക്കസ്ഡ് ആവുള്ളൂ മനസ്സ്. അപ്പോഴേ ധ്യാനത്തിൽ ആ പരമാത്മസ്വരൂപത്തിൽ മനസ്സിനെ ഏകാഗ്രപ്പെടുത്താൻ പറ്റുള്ളൂ. ഇതിനു വേണ്ടിയിട്ടാണ് ഇപ്പോ
കർമ്മകാണ്ഡത്തിൽ പറയുമ്പോൾ കർമ്മം, യോഗം, അതുപോലെ ഉപാസന, ജ്ഞാനം, ഇങ്ങനെയാണ് മൂന്നായിട്ടാണ് നമ്മുടെ വൈദിക സമ്പ്രദായം. കർമ്മം, ഉപാസന, ജ്ഞാനം. ജ്ഞാനമാണ് വേദാന്തം. അതിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് കർമ്മം, ഉപാസന രണ്ടും വേണ്ട പോലെ അനുസരിച്ച് ചിത്തശുദ്ധിയും ഏകാഗ്രതയും കൈവരിച്ചിരിക്കണം. ഇന്നത്തെ ഭാഷയിൽ കർമ്മയോഗം അനുഷ്ഠിക്കണം, കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായി ചെയ്ത് കർമ്മവാസനകളെ ക്ഷേപിച്ച് മനഃശുദ്ധി സമ്പാദിക്കണം. അതുമാതിരി ഉപാസനയാണ് ഭക്തി എന്ന് പറഞ്ഞത്, ഭക്തിയോഗം. അപ്പോൾ കർമ്മയോഗം അനുഷ്ഠിച്ചും ഭക്തി സാധനകൾ അനുഷ്ഠിച്ചും മനസ്സിന് ശുദ്ധിയും ഏകാഗ്രതയും കൈവരിക്കേണ്ടത് അനിവാര്യം. ഇതൊക്കെ സാധിച്ച ആൾക്കാണ് മോക്ഷത്തിനുള്ള പരിശ്രമം ചെയ്യാൻ പറ്റുക. അതാണ് പറഞ്ഞത്. മോക്ഷസ്യ ഹേതു പ്രഥമോ നിഗദ്ധ്യതേ. ഒന്നാമത്തെ കാര്യം എന്താണ്? ചിത്തശുദ്ധിയും ചിത്ത ഏകാഗ്രതയും നേടുക. അപ്പൊ ഇവിടെ പറഞ്ഞത് മാത്രമല്ല, ഇപ്പൊ എല്ലാവരും ഈ സാധനനിഷ്ഠയ സമ്പത്തി ഒന്നും ഉള്ളവരാവണമെന്നില്ല. ഇത് പഠിക്കുന്നവര് ഈ വിവേകശ്രവണയൊക്കെ പഠിക്കുമ്പോഴാണ് ഇങ്ങനെ സാധനനിഷ്ഠയ സമ്പത്തി എന്നൊക്കെ ചില കാര്യങ്ങൾ ഉണ്ടെന്ന് നമ്മൾ അറിയാം. പക്ഷേ ഇൻഷോ സൽക്കർമ്മങ്ങള്, സ്വധർമ്മകർമ്മങ്ങള് ഈശ്വരാർപ്പണമധ്യ അനുഷ്ഠിക്കുകയും ഭക്തി സാധനങ്ങൾ അനുഷ്ഠിക്കുക, നാമജപം, ക്ഷേത്രദർശനം, വ്രതാനുഷ്ഠാനം, തീർത്ഥാടനം, ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ട് പറയുന്നതാ? ചിത്തശുദ്ധിക്ക് വേണ്ടിയിട്ടും ചിത്തേകാഗ്രതയ്ക്കും വേണ്ടി പറഞ്ഞിട്ടുള്ളതാ. ഇത് സാങ്കേതികമായിട്ട് വിവേകചൂടാമണിയിൽ പറഞ്ഞു, അല്ലാതെ നമ്മൾ പറയുകയും അനുഷ്ഠിക്കുകയും ചെയ്തുകൊണ്ടിരിക്കണു. ഇങ്ങനെ ഉള്ള ഇതൊക്കെ അനുഷ്ഠിച്ച് മനഃശുദ്ധിയും മനസ്സിന്റെ ഏകാഗ്രതയും കൈവരിക്കലാണ് ബഹിരംഗ സാധന. അത് സാധിച്ച ആൾക്ക് ആണ് അന്തരംഗ സാധന പറയുന്നത്. അന്തരംഗ സാധനയാണ് ശ്രവണ മനന നിധിധ്യാസനം. അതാണ് 70ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്. തതശ്രുതിസ്തൻ മനനം സതത്വ ധ്യാനം ചിരം നിത്യനിരന്തരം മുനേ തതോ വികൽപ്പം പരമേത്യ വിദ്വാൻ ഇഹൈവ നിർവാണ സുഖം സമൃച്ഛതി. ഇഹൈവ ഇവിടെ വച്ച് തന്നെ, ഈ ജന്മത്തിൽ തന്നെ, ഈ ശരീരത്തിൽ ഇരിക്കെ തന്നെ നിർവാണസുഖം, നിർവാണസുഖം, സമാധിസുഖം, ജീവൻ മുക്താനന്ദം, ജീവൻ മുക്തിയുടെ ആ ആനന്ദം അനുഭവിക്കും. അതിന് വേണ്ടത് എന്താണ്? തഥാ ശ്രുതി. ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രവണം. ആചാര്യനെ സമീപിച്ച്, ഗുരുനാഥനെ സമീപിച്ച് ശാസ്ത്രത്തെ ആചാര്യൻ കേൾപ്പിക്കും. എന്താണ് ശാസ്ത്രത്തിൽ പറയുന്നത്? സത്യം എന്താണ്, ഞാൻ ആരാണ്, നമ്മുടെ യഥാർത്ഥ സ്വരൂപം എന്താണ് എന്നതാണ് ഒരു ഓർമ്മിപ്പിക്കുക, നമ്മളെ അല്ലെങ്കിൽ പഠിപ്പിക്കുക. അന്തരസാത്മക സാധനയിൽ പ്രധാനമായിട്ട് വേണ്ടത് ശ്രവണം. ശ്രവണം കഴിഞ്ഞാലോ കേട്ടതിനെ യുക്തിപൂർവം മനനം ചെയ്യണം. പിന്നെയോ സതത്വധ്യാനം. ശ്രവണ മനനങ്ങൾ ചെയ്തതിനെ കേട്ട അതിന്റെ എസൻസിനെ, ആ തത്വത്തെ, തത്വം എസൻസ്, അതിനെ സ്ഥിരം, വളരെ കാലം, നിത്യം, റെഗുലറായിട്ട്, നിരന്തരം, കണ്ടിന്യൂസ് ആയിട്ട് ധ്യാനം ചെയ്യണം. ഓരോ വാക്കും വളരെ വിശേഷം. വല്ലപ്പോഴും ധ്യാനം ചെയ്യുക, വല്ലപ്പോഴും ശ്രവണം ചെയ്യുക. ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ചെയ്യണു. വല്ലപ്പോഴും കേട്ടു, ഇതൊക്കെ യൂട്യൂബിലൊക്കെ അവിടെ മേടിച്ചു വെച്ചിട്ട് വല്ലപ്പോഴും പാത്രം കഴുകുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം വിളമ്പുമ്പോഴോ അല്ലെങ്കിൽ പാചകം ചെയ്യുമ്പോഴോ വല്ലപ്പോഴും ഒന്ന് കേട്ടു. ഇങ്ങനെ ശ്രവണം പോലും. സീരിയസ് ആയിട്ട് ശ്രവണം തന്നെ ചെയ്യുന്നവർ കുറവ്. ഇനി ശ്രവണം ചെയ്ത് അതോടെ വിട്ടു, ആര് മനനം ചെയ്യുന്നു? പിന്നെയോ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ എങ്ങനെ പറയണത്? എത്ര വാക്ക? ചിരം, നിത്യം, നിരന്തരം. ചിരം എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ദിവസം 2 ദിവസം പോരാ, കുറെ ലോങ് ടൈം, കുറെ കാലം. നിത്യം എന്ന് പറഞ്ഞാൽ ഡെയിലി ആൻഡ് റെഗുലർലി. റെഗുലറാരിറ്റി വേണം. റെഗുലാരിറ്റി, പങ്ക്ച്വാലിറ്റി, സിൻസിരിറ്റി, ഇങ്ങനെ കുറെ ഇറ്റികൾ ഉണ്ടെങ്കിലേ വിജയം കൈവരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ധ്യാനം തന്നെ ചെയ്യേണ്ട ആൾക്കാർ ധ്യാനം തന്നെ ചെയ്യുന്നില്ല, ഉണ്ടെങ്കിൽ തന്നെ വല്ലപ്പോഴും ചെയ്യുന്നു, അത് പോരാ. നിരന്തരം, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. മുനേഹേ, അങ്ങനെയുള്ള ആ ധ്യാനം ചെയ്യുന്ന സാധകന്, ആ മുനിക്ക്, മനനശീലനാണല്ലോ, നിരന്തരം ആത്മതത്വത്തെ വിചാരം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ആൾക്ക് വികൽപ്പം പരമേത്യ വിദ്വാൻ. വികൽപ്പങ്ങളൊക്കെ പോയിട്ട്, വികൽപ്പം വെച്ചാൽ ചിന്തകള്. ധ്യാനിക്കുമ്പോ ചിന്തയുണ്ട്. എന്ത്? ഞാൻ സച്ചിദാനന്ദ സ്വരൂപനായ ആത്മാവാണെന്നുള്ള ആ ഗുരുപദേശത്തെ കേട്ടു അതിനെ നിരന്തരം ചിന്തിക്കലാവുന്ന
ആ ചിന്തയുണ്ട്. ആ ചിന്തകളൊന്നും ഇല്ലാണ്ടായിട്ട് പരമാത്മാവിനെ പ്രാപിച്ചിട്ട് വിദ്വാൻ, ആ സാധകൻ വിദ്വാൻ ഇഹൈവ ഇവിടെ വെച്ച് തന്നെ ബ്രഹ്മസുഖം, ആത്മസുഖം അനുഭവിക്കുന്നു. ഇത് അന്തരംഗ സാധനയിൽപ്പെട്ടതാണ്. പരം ഏത്യ പരമമായ സത്യത്തെ സാക്ഷാത്കരിച്ചിട്ട്, നിർവാണം ച സാക്ഷാത്കാരം, എൻലൈറ്റൻമെന്റ്, ആ ആത്മാനന്ദം അനുഭവിക്കുന്നു, മോക്ഷസുഖം അനുഭവിക്കുന്നു. എന്തിനാണ് ശ്രവണവും മനനവും നിധിധ്യാസനവും പറഞ്ഞത്? ശ്രവണത്തിലൂടെ മാത്രമാണ് നമ്മൾ ആത്മാവാണ് എന്നുള്ള കാര്യം മനസ്സിലാവുള്ളൂ. അഭാവന എന്നാണ് അതിന് പറയുന്നത്. 3 കാര്യങ്ങൾ നീക്കാനാണ് ശ്രവണ മനന നിധ്യാസനങ്ങൾ. അപ്പൊ ശ്രവണം കൊണ്ട് അഭാവന. എന്താ അഭാവന? ആരാണ് ഞാൻ? ഇപ്പൊ നമുക്കറിയണില്ല നമ്മൾ ആരാന്ന്. ഇപ്പൊ നമ്മളെന്ന് അറിയേണ്ടത് ഈ ശരീര മനോ ബുദ്ധിയാദി ഉപാധികളെയാണ്, അല്ലേ? ഈ ദേഹത്തെയാണ് നമ്മളെന്ന് വിചാരിക്കുന്നത്. ശാസ്ത്രത്തെ ഗുരുവിൽ നിന്ന് കേൾക്കുമ്പോഴാണ് നീ ശരീരമല്ല, നീ ശരീരത്തെ അറിയുന്ന ആത്മാവാണെന്ന് പോലും നമ്മൾ അറിയണത് ശ്രവണത്തിലൂടെയാണ്. അതൊരറിവ് പോലും ഒരാൾക്കില്ല. അതിപ്പോ ഞാൻ ആരാണെന്ന് അറിയില്ല, അത് പോവും, ആ അറിവില്ലായ്മ പോവും. ഞാൻ ആത്മാവാണ്, ഞാൻ സച്ചിദാനന്ദ സ്വരൂപനാണ്, ഞാൻ അന്വേഷിക്കുന്നത് എന്നിൽ നിന്ന് അന്യമല്ല, ഞാൻ ശാശ്വതമായ സുഖവും ശാന്തിയും ആനന്ദവുമാണ് അന്വേഷിക്കുന്നത്, അതാണ് ഞാൻ, എൻ്റെ യഥാർത്ഥ സ്വരൂപം. ഇത് മനസ്സിലാവുന്നത് ശ്രവണം കൊണ്ടാണ്. പക്ഷേ അത് ഞാനിപ്പോ ഗുരുവിൽ നിന്ന് ഞാൻ ആനന്ദസ്വരൂപനാണ്, ആനന്ദസ്വരൂപനായ ആത്മാവാണ് എന്ന് ഞാൻ കേട്ടാലും എൻ്റെ അനുഭവം എന്താ? ഞാൻ ശരീരാണെന്നാ. അപ്പൊ നമ്മുടെ അനുഭവത്തിന് വിരുദ്ധമല്ലേ അത്? അപ്പൊ സംശയം ഉണ്ടാവും, സംഭാവന. എങ്ങനെ ഞാൻ ആത്മാവാകും? എങ്ങനെ ഞാൻ ആനന്ദസ്വരൂപനാവും? ഞാൻ ആനന്ദസ്വരൂപനാണെങ്കിൽ ഞാൻ എൻ്റെ സുഖത്തിന് വേണ്ടി പലതിനെയും ആഗ്രഹിക്കുന്നു. ഞാൻ നിത്യനാണെങ്കിൽ ഞാൻ എന്തുകൊണ്ട് മരിക്കുന്നു വിചാരിക്കുന്നു, മരണത്തെ ഭയപ്പെടുന്നു, അല്ലേ? സത്ത് ചിത്ത് ആനന്ദ സ്വരൂപൻ, സത്തം എന്നും നിലനിൽക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടാവും. ഈ സംശയം പോകണമെങ്കിൽ മനനം ചെയ്യണം, കേട്ടതിനെ യുക്തിപൂർവം വിചാരം ചെയ്യണം, ശാന്തമായ ഇടത്തിലിട്ട്. എന്നാലും ഇത് രണ്ടും കഴിഞ്ഞാലും മനനത്തിലൂടെ, ശ്രവണ മനനത്തിലൂടെ ബുദ്ധിക്ക് തൃപ്തിപരമായ ഉറപ്പ് വരും. എന്ത്? ഞാൻ ശരീരമല്ല, ഞാൻ ജഡമല്ല, ഞാൻ നിത്യനും ശാശ്വതനുമായ ആത്മസ്വരൂപനാണ്, ആനന്ദമെൻ്റെ സ്വരൂപമാണ്. പക്ഷെ അപ്പോഴും വേറെ തടസ്സം, എനിക്കത് അനുഭവം ഇല്ലല്ലോ. ഇപ്പോഴും ഞാൻ പരിമിതനായ ഒരു ജീവനാണെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ കാലദേശങ്ങൾക്ക് അതീതമായ അനന്തമായ ബ്രഹ്മമാണ് എന്ന് തത്വമസീന്ന് ഗുരു പറഞ്ഞു. പക്ഷേ എൻ്റെ അനുഭവം ഞാൻ പരിമിതനാണ്, ഞാൻ ജീവനാണ്, ഞാൻ ഈ ശരീരത്തിൽ കുടുങ്ങിയവനാണ്, ശരീരത്തോടൊപ്പം ജനിക്കുന്നവനും ശരീരത്തോടൊപ്പം മരിച്ചു പോകുന്നവനുമാണെന്നാണ് ആ വിചാരം, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പം നമ്മുടെ വിചാരം? അത് പോയി ഞാൻ ആ സച്ചിദാനന്ദ ബ്രഹ്മമാണെന്നുള്ള അനുഭൂതി വേണം, ആ എക്സ്പീരിയൻസ്. അതിനാണ് നിധിധ്യ. അതിനാണ് നിധിധ്യാസനം. ആ നിധിധ്യാസനത്തിലൂടെ എന്താ ഉണ്ടാവണത്? ആ നിധ്യാസനത്തിൽ എന്തുണ്ട്? ഒരു വൃത്തിയുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്നുള്ള നിരന്തരമായ ഭാവന, അതൊരു വൃത്തിയാണ്, ചിന്തയാണ്. സച്ചിദാനന്ദ സ്വരൂപോഹം അസ്മി, ശിവോഹം ശിവോഹം എന്ന ആ വിചാരമുണ്ട്. അതാണ് വികല്പം. ആ വിചാരവും കൂടിയും ഇല്ലാണ്ടാവണം. അപ്പൊ അതിന് 2 സ്റ്റേജ് പറയും. സവികല്പ സമാധി, നിർവികല്പ സമാധി എന്നൊക്കെ ടെക്നിക്കലായിട്ട് പറയും. അപ്പോൾ ഈ ചിന്ത വച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ശിവസ്വരൂപനാണ്, ഞാൻ ആനന്ദസ്വരൂപനാണ്, ഞാൻ ആത്മസ്വരൂപനാണ് എന്നുള്ള ഈ വിചാരം ഉണ്ടല്ലോ, ഗുരുപദേശത്തിനനുസരിച്ച് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ആ വിചാരം ഉള്ളപ്പോൾ അതിന് സവികല്പ സമയം എന്ന പേര്. അവസാനം ഈ സൂക്ഷ്മമായ അന്യവിചാരങ്ങളൊക്കെ പോയി ഈ വിചാരം കൂടിയും ഇല്ലാണ്ടായിത്തീരുന്ന അവസ്ഥ, അതാണ് അവികല്പം, നിർവികല്പം, തോട്ട്ലെസ് സ്റ്റേറ്റ്, ചിന്തകളും ഇല്ലാത്ത ആ അവസ്ഥ. അവിടെയാണ് ആ നിർവികല്പ സമാധിയും സാധനയാണ്, വഴിയാണ്. അത് നമ്മളെ ബോധത്തിലേക്ക് എത്തിക്കും. അവിടെ പിന്നെ ധ്യാനിക്കുന്ന ആളും ധ്യാനിക്കലെന്ന പ്രക്രിയയും ഇല്ലാണ്ടാവും. അപ്പം എന്താ പിന്നെ ഉണ്ടാവുക? ദേവസ്തുവായ ആ ബോധം, ചൈതന്യം, ആത്മസ്വരൂപം മാത്രം. ആ ബോധമാണ് സാക്ഷാൽ സാധന.
അതാണ് നമ്മുടെ അജ്ഞാനത്തെ ഞാൻ ആത്മാവാണ് എന്നുള്ള അനുഭവം ഇല്ലായ്മേ ഇല്ലാണ്ടാക്കുക. അതാണ് നേരിട്ടുള്ള അനുഭൂതി തരുന്നത്. അതാണ് സാക്ഷാൽ സാധനം. ബോധോന്യ സാധനേഭ്യോ ഹി സാക്ഷാൽ മോക്ഷൈക സാധനം പാകസ്യ വന്യവത് ജ്ഞാനം വിനാ മോക്ഷോന സിദ്ധ്യതി എന്ന് ആത്മബോധത്തിൽ ആചാര്യസ്വാമികൾ പറയും. ബോധത്തിൽ നിന്ന് അന്യമായിട്ട് ബോധമാണ്, ഞാൻ ബോധമാണ് എന്നുള്ളതായ ഈ അനുഭൂതിയാണ് നേരിട്ടുള്ള മോക്ഷകാരണം, സാക്ഷാൽ മോക്ഷകാരണം. ബാക്കിയൊക്കെ അവിടത്തേക്ക് നയിക്കാനാണ്. അപ്പൊ ജനറലി ജ്ഞാനം, കർമ്മം, ഭക്തി, ജ്ഞാനം എന്ന് പറയില്ലേ? ജ്ഞാനം എന്ന് പറയുമ്പോൾ പൊതുവെ ആൾക്കാർ ധരിക്കുന്നത് കുറെ ശ്ലോകങ്ങൾ പഠിക്കലോ അതിൻ്റെ അർത്ഥം പറയലോ അല്ലെങ്കിൽ അർത്ഥം ഗ്രഹിക്കലോ അല്ലെങ്കിൽ പ്രസംഗിക്കാനുള്ള കഴിവോ ബുദ്ധിപരമായി മനസ്സിലാക്കലോ ഒക്കെയാണ്. അതല്ല ജ്ഞാനം. ജ്ഞാനം എന്നിവിടെ പറയുമ്പോൾ ശ്രവണ മനന നിധ്യാസനങ്ങളിലൂടെ ഈ ആത്മാകാര വൃത്തി, ഞാൻ ആത്മാവാണെന്നുള്ള നിരന്തരമായ അഖണ്ഡമായ ചിന്തനത്തിൽ നിരന്തരം കുറെ കാലം ഏർപ്പെട്ടിരുന്ന് അവസാനം ആ ചിന്തയും കൂടിയും നഷ്ടപ്പെട്ട് ആ ബോധം മാത്രമായി തീരുന്ന അവസ്ഥ, അതാണ് സാക്ഷാൽ മോക്ഷ സാധനം. അതിനെയാണ് ഇവിടെ പറഞ്ഞത് തതോ വികൽപ്പം പരമേത്യ. വികൽപ്പം ച ചിന്തകളൊക്കെ ഇല്ലാണ്ടായിട്ട് പരം ഏത്യ പരമമായ ആ ബോധസ്വരൂപനെ, സത്യസ്വരൂപനെ പ്രാപിച്ചിട്ട് ഇഹൈവ ഇവിടെ വെച്ച് തന്നെ ഈ ജന്മത്തിൽ തന്നെ നിർവാണ സുഖം, ബ്രഹ്മസുഖം അനുഭവിക്കുന്നു. ഉപനിഷത്തുകളൊക്കെ പറയുന്നതാണ് ഇവിടെ വെച്ച് തന്നെ ഇഹൈവ ഇഹചേതവേദി അത് സത്യമസ്തി എന്നാണ്. ഇവിടെ വെച്ച് ഈ ജന്മത്തിൽ ഈ സത്യം അറിഞ്ഞാൽ ഈ മനുഷ്യജന്മം എടുത്തതിൻ്റെ ഫലം കിട്ടി. മനുഷ്യജന്മം സഫലമായി, സാർത്ഥകമായി. ഇഹചേതവേദി മഹദീവിനഷ്ടി. ഈ മനുഷ്യജന്മം ഇതറിയാൻ വേണ്ടിയിട്ടുള്ള ജന്മമാണ്. മറ്റൊരു ജന്മത്തിലും ഇപ്രകാരം വിചാരം ചെയ്യാൻ കഴിയുമോ നമുക്ക്? തന്നെക്കുറിച്ച് താൻ ആരാണെന്ന് ചിന്തിക്കാനുള്ള കഴിവ് വേറെ ഒരു ജീവിക്കില്ല അല്ലേ? എൻ്റെ യഥാർത്ഥ സ്വരൂപം എന്താണ്, എന്നിലെ യഥാർത്ഥ ഞാൻ ആരാണ് എന്ന് അന്വേഷണം ചെയ്ത് എന്നിൽ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിൽ എത്തിച്ചേർന്ന് തന്നെക്കുറിച്ച തെറ്റിദ്ധാരണകളൊക്കെ നീക്കി മുക്തനാവാനുള്ളതായ കഴിവ് മനുഷ്യജന്മത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് മനുഷ്യ സൃഷ്ടിയുടെ ശ്രേഷ്ഠത. മാൻ ഈസ് ദ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്നൊക്കെ അതുകൊണ്ട് പറയാം. ഈ ബ്രഹ്മസുഖം അനുഭവിക്കണം, അതാണ് മോക്ഷം എന്നതുകൊണ്ട് ഗുരു പറയണു. ഇനി ഞാൻ പറയണത് ശ്രദ്ധിക്കൂ. 73-ാമത്തെ ശ്ലോകം. യത് ബോദ്ധവ്യം തവേദാനീം, യത് ബോദ്ധവ്യം തവേദാനീം ആത്മാനാത്മവിവേചനം, ആത്മാനാത്മവിവേചനം തദുച്യതേ മയാ സമ്യക്, തദുച്യതേ മയാ സമ്യക് ശ്രുത്വാത്മന്യവധാരയാം, ശ്രുത്വാത്മന്യവധാരയാം. യത് ബോദ്ധവ്യം തവ ഇദാനീം, തവ ഇദാനീം യത് ബോദ്ധവ്യം. നീ ഇപ്പോൾ എന്താണ് അറിയേണ്ടത്? ഇനിയിപ്പോൾ നീ എന്താണ് മനസ്സിലാക്കേണ്ടത്, അറിയേണ്ടത്? അതിനെ തദുച്യതേ മയാ സമ്യക്, അതിനെ ഞാനിപ്പോൾ നല്ലോണം നിനക്ക് പറഞ്ഞുതരാം. അതിനെ മയ എന്നാൽ ഉച്യതേ പറയപ്പെടുന്നു, ഉപദേശിക്കപ്പെടുന്നു, സമ്യക് നല്ലോണം. യത് ബോദ്ധവ്യം, ഏതെന്നാണോ ബോദ്ധവ്യം ബോധിക്കേണ്ടത്, അറിയേണ്ടത്, തവ നിന്നാൽ, ഇദാനീം ഇപ്പോ, അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം. അതിനെ ശ്രുത്വ കേട്ടിട്ട്, ആത്മനി നിന്റെ മനസ്സിൽ, അവധാരയ ഉറപ്പിക്കൂ. കേട്ടാ പോരാ, കേട്ടതിനെ ഹോൾഡ് ഓൺ ചെയ്യണം, മനനം ചെയ്യണം. കേട്ടതിനെ ചിന്തിച്ച് ഉറപ്പിക്കൂ എന്നർത്ഥം. അപ്പൊ നേരത്തെ പറഞ്ഞെന്താ? ശിഷ്യൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. എന്താണ് ചോദിച്ചത്? കോനാമബന്ധ കഥമേഷ ആഗത, കഥം പ്രതിഷ്ഠാസ്യ, കഥം വിമോക്ഷ, കോസൗ അനാത്മ പരമക്കാത്മ, തയോർ വിവേക കഥമേത ഉച്യതം. എന്താണ് ബന്ധം, എന്താണ് മോക്ഷം, എങ്ങനെ വന്നു ബന്ധം, അത് എങ്ങനെ നിലനിൽക്കുന്നു, അതിന് മോക്ഷം എങ്ങനെ സാധിക്കും, എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ്, അവ തമ്മിലെ വിവേചനം എങ്ങനെ ചെയ്യും, ഇങ്ങനെ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ എന്താണ് മോക്ഷം, വിമോക്ഷം, എങ്ങനെ മോക്ഷം സംഭവിക്കും, എനിക്ക് എങ്ങനെ മോക്ഷം കിട്ടുന്ന ചോദ്യത്തിന് ഉത്തരമാണ് നമ്മൾ കണ്ടത് മുൻ 2 ശ്ലോകങ്ങളിൽ. അത് പറഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ, എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്ന് ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ചാണ് ഇനിയിപ്പോൾ നീ കേൾക്കേണ്ടത്. ആത്മാനാത്മ വിവേചനം ഇദാനീം, ഇദാനീം ച ഇപ്പോ ആത്മ അനാത്മ വിവേചനം, എന്താണ് ആത്മാവ്, എന്താണ് അനാത്മാവ് എന്ന് അത് ഉച്ചരെ ഞാൻ പറയാൻ പോവാ, നിനക്ക് പറഞ്ഞുതരാൻ പോവാ.
നീ എന്ത് ചെയ്യണം? അത് നല്ലോണം ശ്രദ്ധിച്ചു കേട്ട് ആത്മനി അവതാരേഹ, നിന്റെ ഉള്ളിൽ നല്ലോണം ഉറപ്പിച്ചോളണം. ഇനി അറിയേണ്ടത് ആത്മാവിനെയും അനാത്മാവിനെയും. എന്താണ് എൻ്റെ യഥാർത്ഥ സ്വരൂപം, എന്താണ് ഞാൻ അല്ലാത്തത്, മനസ്സിലായില്ലേ? ഇതാണ്. പിന്നതാണ് ആത്മാവ്. ആത്മാവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കരുത് വേറെ ഏതോ ഒരു വസ്തുവാണെന്ന്. ഞാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനെയാണ് ഞാനായിട്ട് ഞാൻ അറിയേണ്ടത്? എന്തിനെയാണ് ഞാനെന്ന് ഇപ്പറഞ്ഞിരിക്കുന്നത്? ഇപ്പൊ നമ്മൾ അനാത്മാവിനെയാണ് ആത്മാവെന്ന് അറിഞ്ഞിരിക്കുന്നത്, ഞാനല്ലാത്ത വസ്തുക്കളെയാണ് ഞാനെന്ന് ധരിച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ആത്മാവല്ലാതെയുള്ള ദേഹാദി വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബുദ്ധി ആകുന്നു ജഗത്രയെ മായയാകുന്നത് അത് എന്നൊക്കെ എഴുത്തച്ഛൻ നല്ലോണം രാമായണത്തിൽ പറയണ ശ്രദ്ധിക്കണം. അത് വായിച്ചു പോകുന്നേ ഉള്ളൂ. ഇതിന്റെ അർത്ഥത്തെക്കുറിച്ചൊന്നും ചിന്തിക്കലേ ഇല്ല എന്നർത്ഥം. ഇവിടെ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് ആചാര്യസ്വാമികൾ വിവേക ചൂടാമണിയിൽ പറഞ്ഞു തരുന്നത്. ഈ ഗ്രന്ഥം തന്നെ വിവേകത്തിന്റെ ചൂടാമണിയാണ്. നമ്മളെ വിവേകം ചെയ്യിപ്പിക്കണേ. എന്താണ് നമ്മുടെ യഥാർത്ഥ സ്വരൂപം, എന്ത് നമ്മളല്ല എന്ന് നല്ലോണം പറഞ്ഞു തരാം. അതിനെ നല്ലോണം വിചാരം ചെയ്യൂ, എന്നിട്ട് ഉറപ്പിക്കൂ. ഇതാണിപ്പോ ഗുരു പറയാൻ പോണത്. ശ്ലോകം 72 മുതൽ 123 വരെ ശ്ലോകങ്ങളില് എന്താണ് ഞാൻ, എന്താണ് ഞാൻ അല്ലാത്തത്, എന്താണ് ഞാൻ, എന്താണ് ആത്മാവ്, എന്താണ് ഞാൻ അല്ലാത്തത്, എന്താണ് അനാത്മാവ് എന്ന് പറയാൻ പോവാ. ഈ അനാത്മാവിനെ മൊത്തത്തില് മൂന്നായിട്ട് പറയാറുണ്ട്. അനാത്മാവിനെ മൊത്തത്തില് മൂന്നായിട്ട് പറയും, മൂന്ന് ശരീരങ്ങളായിട്ട്. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരം, ഒന്ന് കാരണ ശരീരം. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരം, ഒന്ന് കാരണ ശരീരം. സ്ഥൂല ശരീരം എന്ന് പറഞ്ഞാൽ എന്താ? അറിവിന് വിഷയമായിട്ടുള്ളത്, ഇന്ദ്രിയ വേദ്യമായിട്ടുള്ളതാണ് സ്ഥൂലം, ഗ്രോസ് ബോഡി. കണ്ണു മുതലായ ഇന്ദ്രിയങ്ങളെ കൊണ്ട് അറിയാൻ കഴിയുന്നതിനെ സ്ഥൂല ശരീരം എന്ന് പറയുന്നു. ഇന്ദ്രിയ വേദ്യമല്ലാത്തതിനെ സൂക്ഷ്മം, അതുകൊണ്ട് അത് സൂക്ഷ്മ ശരീരം എന്ന് പറയുന്നു. ഇത് രണ്ടിനും കാരണമായതുകൊണ്ട് കാരണ ശരീരം എന്ന് പറയുന്നു. അപ്പൊ അനാത്മാ മൂന്ന് തരത്തിലാണ്. ഒന്ന് സ്ഥൂല ശരീരം, ഒന്ന് സൂക്ഷ്മ ശരീരം, ഒന്ന് കാരണ ശരീരം. ഇതൊക്കെ അനാത്മാവാണ്. ഇപ്പൊ 72 മുതൽ 74 വരെയുള്ള 3 ശ്ലോകങ്ങളില് എന്താണ് സ്ഥൂല ശരീരം എന്ന് പറയാൻ പോവാ ആചാര്യൻ. എന്തൊക്കെ ചേർന്നതാണ് സ്ഥൂല ശരീരം? ഇതാണ് പറയാൻ പോണത്. അടുത്ത ശ്ലോകം. മജ്ജാസ്ഥിമേത പലരക്തചർമ്മ, മജ്ജാസ്ഥിമേത പലരക്തചർമ്മ, ത്വഗാഹ്വയൈർധാതുഭിരേഭിരന്വിതം, ത്വഗാഹ്വയൈർധാതുഭിരേഭിരന്വിതം, പാദോരുവക്ഷോ ഭുജപൃഷ്ഠമസ്തകൈഃ, പാദോരുവക്ഷോ ഭുജപൃഷ്ഠമസ്തകൈഃ, അംഗൈരുപാംഗൈഃ ഉപയുക്തമേതത്, അംഗൈരുപാംഗൈരുപയുക്തമേതത്.